ഇന്ന് സ്കൂള് ഹോളിഡേ ആണ്, അയ്യങ്കാളി ഡേ ആണ്. ഇവിടെ കാലത്ത് തന്നെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും കളി തുടരുന്നുണ്ട് കുട്ടികൾ. ഇതെന്താണെന്നറിയോ? കാന്താരിയുടെ പൊടിയാട്ടാ. ഇതിട്ടിട്ടൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കണം. ലേശം കാന്താരിപ്പൊടി, ലേശം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി. കാന്താരി ഇട്ടിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കാന്താരിയുടെ പൊടി ഇട്ടിട്ട് ആദ്യം ഇട്ടാട്ടാ ഞാൻ മുട്ട പൊരിക്കുന്നതല്ല ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാണ്ട് അതിൽ. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. മൺചട്ടി എടുത്തിരിക്കുന്നത്, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഒഴിച്ചത് കേട്ടോ. എനിക്കിങ്ങനെ പൊന്തി വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നന്നായി ഒഴിച്ച് ഇനി മറിച്ചിട്ട് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടുകൊണ്ടിരുന്നിട്ട് ഓംലെറ്റ് റെഡിയാവും. ഞാൻ ഒന്ന് പരത്തി കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനെ പരന്ന് കിടക്കണം, ഒരു മുട്ടയുള്ള എങ്കിലും എനിക്കിങ്ങനെ പരന്ന് കിടക്കേണ്ട ഇഷ്ടം. അപ്പം ഞാനിത് കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ടു കേട്ടോ. എന്നപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകാട്ടോ. ഇതാണ് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത മുട്ട ഓംലെറ്റ്. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുരുമുളകല്ല കേട്ടോ, കാന്താരിപ്പൊടി. സാധാരണ കാന്താരി ചേർക്കാറുണ്ട്, പൊടി ആദ്യമായിട്ടാണ് ചേർക്കണേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം. അത് മാത്രം മോള് പറഞ്ഞ പോലെ അത് മാത്രം ചേർക്കുമ്പോഴേ ടേസ്റ്റ് അറിയാമെന്ന് പറയും. എരിവുണ്ട് കേട്ടോ. ഉണ്ടോ? കളറൊന്നും വ്യത്യാസമില്ല, പക്ഷേ എരിവുണ്ട്. കഴിച്ച് കഴിയുമ്പോഴാണ് എരിവ് വരുന്നത് വായിലേക്ക്. വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. കഴിച്ച് കഴിയുമ്പോൾ എരിവ്. പിന്നെ കൊത്തവരി ഉണ്ട്, മുതിരിപ്പേരി ഉണ്ട്, പിന്നെ ഇത് മത്തിയല്ല കേട്ടോ, ഇത് അയില, കുഞ്ഞ അയിലയാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പം അങ്ങനെ തന്നെ വറുത്തു. ഞാൻ ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ചോറുന്നുണ്ടല്ലോ. ചാറ് കറി ഇന്ന് അയിലക്കറി ആയിരുന്നു, ഞാൻ എടുത്തില്ല.